ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ ചെയ്ത ഗദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവുമായി ഒത്തുനോക്കണം. തെറ്റായ ഉത്തരവുണ്ടെങ്കിൽ ഗദ്യം ഒന്നും കൂടി വായിച്ച് നിങ്ങളുടെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ന് 4 ഗദ്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നലത്തെ 2 ഗദ്യങ്ങൾ നമ്മൾ എഴുതി ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ 4 ഗദ്യങ്ങളും എഴുതാതെ ചെയ്താൽ മതി. 4 ഗദ്യത്തിനും കൂടി ഏറ്റവും കൂടിയത് ഒരു 30 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. 2 ഗദ്യത്തിന് 15 മിനിറ്റ്. ഓക്കെ, ഇന്നലത്തെ ഗദ്യത്തിൻ്റെ ഉത്തരം പറയാം. ഹരീഷ് പാർക്കിൽ അവൻ്റെ ഡേഷുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹരീഷ് കുളത്തിലേക്ക് ചാടിയത് നീന്താൻ വേണ്ടിയാണ്. അന്നത്തെ കാലാവസ്ഥ ഇളം വെയിൽ ആയിരുന്നു. വേറെ ആരാണ് കുളത്തിൽ ഉണ്ടായിരുന്നത്? കുറച്ച് താറാവുകൾ. കുതിക്കുക എന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന പദമാണ് ചാടുക. ഒന്നാമത്തെ ഉത്തരം സി ഉത്തരമായ കൂട്ടുകാർ, രണ്ടാമത്തെ ഉത്തരം എ ഉത്തരമായ നീന്താൻ, മൂന്നാമത്തെ ഉത്തരം ബി ഉത്തരമായ ഇളംവെയിൽ, നാലാമത്തെ ഉത്തരം കുറച്ച് താറാവുകൾ എന്ന എ ഉത്തരം, അഞ്ചാമത്തതിൻ്റെ ചാടുക എന്ന സി ഉത്തരം. നാലാമത്തെ ഗദ്യം. ഒന്നാമത്തെ ഉത്തരം പഴങ്ങളും പച്ചക്കറികളും എന്ന ബി ഉത്തരം, രണ്ടാമത്തേത് കൃത്രിമം എന്ന ബി ഉത്തരം, മൂന്നാമത്തേത് ക്രിയാവിശേഷണം എന്ന ബി ഉത്തരം, നാലാമത്തേത് തരംതിരിക്കുക എന്ന എ ഉത്തരം, അഞ്ചാമത്തേത് നിർദ്ദിഷ്ടം എന്ന എ ഉത്തരം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗദ്യത്തിലേക്ക് പോകാം. മക്കളെ, ഇന്നത്തെ നമ്മുടെ ഗദ്യഭാഗം ടെക്സ്റ്റ് ബുക്കിന്റെ 380 പേജിൽ, 81 പേജിൽ, 82 പേജിലായി കിടക്കുന്ന 4 ഗദ്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത്. 81 പേജിൽ നവോദയ പ്രവേശന പരീക്ഷ 2019 എന്ന ഭാഗത്ത് 4 ഗദ്യങ്ങളുണ്ട്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നതും, ഇന്ത്യ തീർത്ഥാടകരെയും തീർത്ഥാടന സ്ഥലങ്ങളുടെയും എന്നതും, അന്ന് അജിത്തിന്റെ ജന്മദിനമായിരുന്നു എന്ന ഗദ്യവും, വിത്തുകളുടെയും തൊലികളുടെയും എന്ന 4ാമത്തെ ഗദ്യവും. ഈ 4 ഗദ്യങ്ങളുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാക്സിമം 30 മിനിറ്റ്, അതായത് 2 ഗദ്യത്തിന് 15 മിനിറ്റ് ചെയ്ത് ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താൽ മതി. മാറ്റി എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിൽ ശരിയിടുക. ശരി ഉത്തരം നാളെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കുക. ഇന്ന് ചെയ്തത് പേരൻസിനെ കാണിക്കണം. ഓക്കെ, താങ്ക് യു.